നമ്മൾ വേദപുസ്തകത്തിൽ ഈ മതിലിനെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അത് എവിടെയാണ്? യെരിഹോവിൻ്റെ മതിലാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ആ മതിൽ കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല മതിൽ വീണെന്നൊക്കെ പറയുന്നത്. കാരണം ഈ രഥങ്ങൾക്ക് അതിൻ്റെ പുറത്തൂടെ ഓടത്തക്കവണ്ണമുള്ള വീതി ഉണ്ടായിരുന്നു. ഈ ബർവൻ്റെ പുത്രിയുടെ രഥങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? രഥങ്ങൾക്ക് അതിൻ്റെ പുറത്തൂടെ ഓടുന്ന വീതിയുള്ള മതിലുകളാണ് അടച്ച് ഉറപ്പാക്കി. അത് യോശുവ 6 കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ നിമിത്തം അവർ യെരിഹോവിൻ്റെ മതിലടച്ച് ഉറപ്പാക്കി. ആര് നിമിത്തം? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ എന്ത് കയറരുത്, അകത്ത് കയറരുത്. നമ്മളിത് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞ് വാളകം കഴിയുമ്പം ട്രെയിൻ വാളകം കൊട്ടാരക്കര വാളയാർ കഴിയുമ്പം ഒരു സന്തോഷം തോന്നാറുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കൊരു കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായി, ഒരു പച്ചപ്പുണ്ടായി. ഇപ്പം അതൊക്കെ മാറിയെങ്കിൽ പോലും ഈ സഹ്യപർവ്വത നിരകളുണ്ട് അവിടെ. ഉണ്ടോ? ഇവിടെ ലോകത്ത് ഏറ്റവും നല്ല മൺസൂൺ കിട്ടുന്ന സ്ഥലം ഏതാ? നല്ല മൺസൂൺ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഏതാ? കേരളമാണ്. കൃത്യമായിരുന്നു. ഇപ്പം മറ്റേ മാറി. പ്രകൃതി കാലാവസ്ഥ വ്യതിയാനങ്ങളാണ്. നമ്മൾ മണ്ണിടിച്ച് നിരപ്പാക്കുന്നു, കുന്നുകൾ താക്കുന്നു, മരങ്ങൾ വെട്ടിക്കളയുന്നു. അപ്പം കാലാവസ്ഥ മറ്റേ ജൂൺ മാസം 1-ാം തീയതി ആകുമ്പോൾ എന്ത് കിട്ടും? മഴ കിട്ടും. സ്കൂളിലേക്ക് 1-ാം തീയതി പോവുകയാണ് ഇടവപ്പാതിയിൽ. അന്ന് പാരകൊണ്ട ഒരു ചപ്പൽ വിട്ടുകൊണ്ട് ഒരു പോക്കുണ്ട്. തിരിച്ചു വരുമ്പം ഇവിടം വരെ എന്തോ അടിക്കും? ചള്ളയടിക്കും. അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പാരകൊണ്ട ചപ്പലൊക്കെ ഇപ്പം എന്ത് ചെയ്യേ? ബാത്റൂം സ്ലിപ്പറായി. മറ്റേ ഏറ്റവും നല്ല അതിങ്ങനെ അടിച്ചുകൊണ്ട് പോകും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു അല്ലേ? അത് എത്ര നാൾ ഉപയോഗിക്കുന്നറിയാം. എടാ മക്കളെ, അതിൻ്റെ വള്ളി പോകുമ്പോൾ എന്തോ മേടിക്കും? വള്ളി മേടിച്ച് വെളിച്ചെണ്ണ മുക്കി കയറ്റിയിടും. കളയത്തില്ല. ഒരു ചപ്പൽ ഒരു വർഷത്തേക്കിനാ. വള്ളി മാത്രമേ മേടിക്കത്തുള്ളൂ. ആണോ? അപ്പോൾ അത് പുറം മുഴുവൻ എന്തോ അടിക്കും? തള്ളയൊക്കെ അടിക്കും. അത് ഇടവപ്പാതിയാണ്. ഇന്ന് നമുക്ക് ഈ ഇടവപ്പാതി എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു മതിലുണ്ടായിരുന്നു. എവിടെ? സഹ്യപർവ്വതര. പിന്നെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ഈ അറബിക്കടൽ പടിഞ്ഞാറ് അങ്ങോട്ട് പോയാൽ വേറെ കൾച്ചറാണ്. അതെവിടാ? ഗൾഫാണ്. എവിടാ? കടലിനക്കരെ. ആണോ? അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാലാവസ്ഥയും ഇവിടെ ഇല്ലാത്തത് നമുക്ക് എന്തുള്ളത് കൊണ്ടാണ്? അവിടെ ഒരു മതിലുണ്ട്. അപ്പം മതിലുകൾ എപ്പോഴും ഒരു പ്രകൃതി തരുന്നുണ്ട്, ഒരു സ്വഭാവം തരുന്നുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യതായൊരു മതിലുണ്ട്. കാശ്മീർ, നമ്മളെന്തുകൊണ്ടാണ് ഈ കാശ്മീർ വിട്ടുകൊടുക്കാത്തേ? കാശ്മീരും അവിടെ എല്ലാം പോയാൽ നേരെ ചൈനക്കാർ എവിടെ കയറും? ഇങ്ങോട്ട് കയറും. അപ്പം നമുക്ക് നമ്മുടേതായൊരു മതിലുണ്ട് അല്ലേ? മതിലുകൾ ഒരു വലിയ കാര്യമല്ല, പക്ഷേ ചെറിയൊരു കാര്യമല്ല. മതിലുകളാണ് ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് മതിൽ പോയതിൻ്റെ കാര്യം, ഇന്ന് മതിലുകളില്ലാത്തൊരു ജീവിതം. നമുക്കെല്ലാം വീടിന് മതിലുണ്ട്, പക്ഷേ നമുക്ക് ടെക്നിക്കലി എന്തില്ല? മതിലില്ല. വീടിനെന്തുണ്ട്? മതിലുണ്ട്. ഇന്ന് മതിലുകളില്ലാത്ത ലോകമാണ്. പണ്ടൊക്കെ ഈ മതിൽ പണ്ട് വേലിയായിരുന്നു. എല്ലാവരും ഈ പത്തൽ വെച്ച് എന്തോ കെട്ടി? വേലി കെട്ടി. എന്നിട്ട് അവിടോട്ട് ആ വേലി എന്തിനായിരുന്നു അറിയാമോ? അതിനു വേണ്ടി തന്നെയല്ലായിരുന്നു. ആ വേലി പശുവും പട്ടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവിടെ എന്തോ ഇട്ടു? ചെറിയ അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ കാഴ്ച കണ്ടു. പല പ്രേമങ്ങളും പൂത്തുലഞ്ഞത് എന്തിൻ്റെ അരികിലാണ്? വേലിക്കരികില. വേലിപ്പത്തിന് പൂത്തുലഞ്ഞ കൂട്ടത്തിൽ ഇപ്പുറത്തെ ചേച്ചിയും അപ്പുറത്തെ മോനും കൂടെ സംസാരിക്കുന്നു. അച്ഛൻ 10 ലൂരി ആരെ അടിച്ചു? അവിടം തൊട്ട് 10 ലൂരി അടിച്ചു. എന്നിട്ട് അവിടെ മതിൽ കെട്ടി 2 കട്ട കൂടുതലും വെച്ചു. എന്തിനാ? ഇങ്ങോട്ട് നോക്കാതിരിക്കാനാ. പക്ഷേ അവളാരും മോൾ ഇപ്പം മതിലില്ല. നേരെ അവൾ വീഡിയോ കോൾ വിളിക്കാൻ തുടങ്ങി. ആരോടും സംസാരിക്കുക? എന്തോ ഇല്ല, മതിലില്ല. എന്താണ് ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ളതിനെ പറ്റി ആരോ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ചൈനയിലെ വാച്ച് കെട്ടി, കൊറിയയുടെ കുട പിടിച്ച്, ജപ്പാൻ്റെ വണ്ടിയിൽ കയറി, എല്ലാം ഓരോ രാജ്യങ്ങളുടെയാണ് അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കൂടുന്നതാണ് എന്ത്? ഗ്ലോബലൈസേഷൻ. അപ്പം വന്നപ്പം നമുക്ക് എന്തില്ലാതെ പോയി? മതിൽ. ഈ ഫാഷനും അതുപോലൊക്കെയായിരുന്നു. പണ്ട് അമേരിക്കയിലെ ഫാഷൻ ഇന്ത്യയിൽ വരുന്നത് ഒത്തിരി താമസിച്ചിട്ടാണ്. കാരണം കപ്പൽ കയറി അച്ചാൻ വരുന്നത് 2 മാസമൊക്കെ എടുക്കും. അവിടുത്തെ ഹിപ്പി എന്ന ഫാഷൻ അവിടെ തീർന്നപ്പം ഇവിടെ തുടങ്ങി. ഇവിടെ ഹിപ്പി എന്ന ഫാഷൻ വന്നപ്പോഴാണ് പിള്ളേരൊക്കെ എന്തോ വളർത്തി? മുടി വളർത്തി. അന്ന് പോലീസുകാരെ പിടിച്ച് മുടി വെട്ടിക്കുമായിരുന്നു. അങ്ങനെ പോലീസുകാരനോട് കലഹിച്ചാണ് പന്ന്യൻ രവീന്ദ്രൻ
മുടി വളർത്തിയത്. അന്നത്തെ ഒരു എസ്ഐയോട് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ കലഹിച്ചതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ വയലിൽ അവിടെ എവിടെയോ കിടപ്പുണ്ട്. എനിവേ അതൊരു ഇത്. പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ ഏത് ട്രെൻഡും എവിടെ വരും? നിമിഷ നേരം കൊണ്ട് നമ്മുടെ വീടിനകത്ത് വരും, നമ്മുടെ നാട്ടിൽ വരും. നമുക്കിന്ന് എന്തില്ല? മതിലില്ല. മതിലില്ലാത്ത ലോകമാണ്. പക്ഷേ ദൈവമക്കൾ, അവിടെയാണ് നെഹമ്യാവ് കരഞ്ഞത്. എൻ്റെ യെരൂശലേമിന് എന്തു പോയി? മതിൽ പോയി. മതിൽ പോയാൽ അപ്പുറത്തെ എല്ലാം എവിടെ വരും? ഇപ്പുറത്തെ വരും. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ തിന്മയും വന്നു കയറാൻ കാര്യം നമുക്ക് എന്തില്ലാത്തതുകൊണ്ടാണ്? മതിലില്ലാത്തതുകൊണ്ട്. സത്യമല്ലേ? നമ്മൾ പെന്തക്കോസ്തുകാരെന്നുള്ള നിലയിൽ അഭിമാനിച്ച കുറേ കാര്യങ്ങളുണ്ട്. BJP നേതാവായിരിക്കുന്ന ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു വൈറൽ വീഡിയോ ദൈവമക്കൾ പലരും ഷെയർ ചെയ്തു. ലൈവിലാണ് പറയുക. എന്നൊക്കെ ഓർമ്മ കാണോ? കേട്ടുള്ളവരുണ്ടോ? ഓർത്തഡോക്സ് സഭ അംഗങ്ങളുടെ എന്തോ ഒരു പരിപാടിക്ക് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രഭാഷണം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഇതിനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ എൻ്റേതാക്കി പറയുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു പരിപാടിക്കാണ് നിൽക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിമാർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഓർത്തഡോക്സ് സഭയിലെ പല പിള്ളേരും മദ്യപിക്കും. നിങ്ങളുടെ ഇത് കൂടുതലാണ്. പക്ഷേ പെന്തക്കോസ്തുകാരായ മക്കളുടെ ഇത് എന്താണ്? കുറവാണ്. അങ്ങനെ പറയാൻ കാര്യമുണ്ട് എനിക്ക്. അവർ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും കാണുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് പെന്തക്കോസ്തു കുട്ടികൾ മദ്യപാനം കുറവാണെന്ന് ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറ് പരസ്യമായും ഒരു മീറ്റിങ്ങിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അത് സത്യമായിരുന്നു. ബീഡി വലിച്ചവരെയും എന്തിനേറെ മക്കളെ ഒരു മുറുക്കാൻ ചവച്ചവരെയും കത്രമേശ അടുപ്പിക്കത്തില്ലായിരുന്നു. 6 മാസം എന്ത് ചെയ്തു വെച്ചു? തിരുത്തി വെച്ചു. ഇന്ന് തിരുത്താൻ പോയാൽ പിന്നെ ആൾ കാണത്തില്ല. ലോകം എവിടെ കയറി? പതുക്കെ കയറി. ഡിവോഴ്സ് നമ്മുടെ ഇടയിലുണ്ടായിരുന്നോ? ഡിവോഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പം ഡിവോഴ്സുകൾ നമ്മുടെ ഇടയിലായി. ഡിവോഴ്സുകൾ. ഞാൻ എല്ലാ കല്യാണം നടത്തുമ്പോൾ ഒറ്റ കാര്യം പ്രാർത്ഥിക്കും, എൻ്റെ പൊന്ന് കർത്താവേ, കയ്യെ പിടിപ്പിച്ചതൊന്നും കൈ പിരിക്കാനിടയാകല്ലേ. വലിയ ചലഞ്ചാത്. വലിയ ചലഞ്ചാണ്, ചെറിയ ചലഞ്ചല്ല. നമുക്ക് എന്തില്ലാതെ പോകുന്നു? അതില്ലാതെ പോകുന്നു. അപ്പുറത്തേത് ഇപ്പുറത്ത് കയറുക. എന്തിനേറെ പറയുന്നു, അടുത്തിടയ്ക്ക് എനിക്ക് കിട്ടിയൊരു വാർത്ത, ട്രാൻസ്ജെൻഡറായ മക്കൾ വരെ വിശ്വാസ സമൂഹത്തിലുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഗേ കല്യാണം നടത്തേണ്ടി വരുമോ? വന്നു കയറി എന്തോ ചെയ്യും? ഇറക്കി വിടാവും. മനുഷ്യാവകാശ ധ്വംസനം. മതിലില്ല. ഇവിടെയാണ് മതിൽ കെട്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം. ഈ സമൂഹത്തിൻ്റെ തിന്മകളും മ്ലേച്ഛതകളും എൻ്റെ സഭയിൽ വരരുതേ, എൻ്റെ സമൂഹത്തിൽ വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതിനൊറ്റ കാര്യമുള്ളൂ. എന്ത് കെട്ടണം? മതിൽ കെട്ടണം. പുറത്തെല്ലാവരും മതിലുണ്ട്, നമുക്കെന്തില്ലാതെ പോയി? മതിലില്ല പോയി. നമ്മുടെ അപകടം പുറത്ത് നമുക്ക് മതിലില്ലെന്ന് തന്നെയല്ല, ഇടയ്ക്ക് ഒത്തിരി നടിച്ചുവരുകളും ഉണ്ടായി. പണ്ടൊരു വിഷയം ഉണ്ടായ സഭാവിശ്വാസിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞിങ്ങനൊരു അപകടത്തിൽപ്പെട്ടു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. തുറന്ന് പറയുന്നൊരു സമൂഹം. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. ഇന്ന് പറയുമോ ആരെങ്കിലും? പറയുമോ? ഇല്ല. പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് ലോകം അറിയും. BBC കൊടുക്കും. ഞങ്ങളുടെ പിള്ളേരിപ്പം പറയുന്ന ഒരു തമാശ ഉണ്ട്. അങ്ങനെയൊക്കെ വാർത്ത വന്നാൽ ഇപ്പോൾ ഇന്ന ആൻറ്റി ഇന്നിടത്തുനിന്ന് പങ്കുചേരുന്നു, BBC ന്യൂസ് വായിക്കുകയാണ്. അടുത്ത ആൾ ഇന്നിടത്തുനിന്ന് എന്ത് ചെയ്യുന്നു? പങ്കുചേരുന്നു. പറഞ്ഞാട്ടെ, എന്താണ് ഇന്നത്തെ വിശേഷം? BBC നമ്മളിങ്ങനെ വാർത്ത കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തുറന്നു പറയാൻ പോലും കഴിയാതെ പോകുന്നു. ഇവിടെയൊക്കെയാണ് വളരെ ഗൗരവമായിട്ട് കാണേണ്ടത്. എന്ത് കെട്ടണം? മതിൽ കെട്ടി പ്രാർത്ഥിച്ച് ഒക്കത്തുള്ളൂ. അതാണ് കർത്താവിൻ്റെ ദാസൻ ആഹ്വാനം ചെയ്തത്. ഈ സമൂഹത്തിൻ്റെ മതിലുകൾ നമ്മളാണ്. പ്രാർത്ഥിക്കണം. എങ്ങനെ ഈ സഭകളൊക്കെ ഉടലെടുത്തെന്നറിയാമോ? ഒറ്റ ആൾ പോലും ഇല്ലാത്തടത്ത് അവർ പോയി താമസിച്ചിട്ട് ഓരോ സ്ട്രീറ്റിലും ഗ്രാമങ്ങളിലൂടെ നടന്ന് കണ്ട വീടിനെ എല്ലാം കൈ നീട്ടി എന്താ പറഞ്ഞു? അവകാശം പറഞ്ഞു. നമ്മളവിടെ മണ്ണല്ല അവകാശം പറഞ്ഞത്, ആത്മാക്കളെയാണ്. അങ്ങനെയാണ് സഭകൾ വളർന്നത്. അത് ഭയങ്കര ഒരു പ്രവൃത്തിയാണ്. ഈ എളിയദാസന് ഓസ്ട്രേലിയയിൽ പോയി. അപ്പോൾ കഴിഞ്ഞ പോയ ദിവസങ്ങളിലാണ് പോയപ്പോൾ അവിടുത്തെ പ്രധാന പട്ടണങ്ങളിൽ കൂടെ എല്ലാം പോയി. ഞാനൊരു പ്രധാന പട്ടണത്തിൻ്റെ ഒരു സ്ഥലത്തൂടെ
ഒരു വീക്കെൻഡിൽ പോകുമ്പോൾ അർദ്ധനഗ്നരായ സുന്ദരിമാരിങ്ങനെ ഇറങ്ങിപ്പോവാണ്. എല്ലാവരും കൈകളിൽ സിഗരറ്റും കുപ്പിയും ബാറുകളും പബ്ബുകളും. വീക്കെൻഡാ. ഞാൻ അവിടെ ഇറങ്ങി നിന്നപ്പോൾ ആത്മാവിൽ ഞാൻ പാപം മണത്തു. ഐ കുഡ് സ്മെൽ ആ പാപം. ഞാൻ സഭയിൽ പോയി. നമ്മൾ എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുക? നമുക്കിന്ന് യോഗ ഇച്ചിരി നേരത്തെ നടത്തണ്ടേ? പക്ഷെ ആ ജനം സീരിയസ് ആയി. മുഴുവൻ ബാലവൃദ്ധം യോഗം കഴിഞ്ഞ് നേരെ ടൗണിൽ പോയി. അത്ഭുതം. ടൗണിൻ്റെ പബ്ബിൻ്റെ മുമ്പിൽ പോയി ആ ജനം മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരു ഉയർന്ന കുന്നുണ്ട്, അവിടെയാണ് ഈ കപ്പിൾസ് എല്ലാം വരുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് മുട്ടുകുത്തിയപ്പോൾ ഒരു കാര്യം കണ്ടു. അവിടെ നിന്ന് സകല കപ്പിളുകളും അറിയാതെ മാറിപ്പോയി. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. ഇന്ന് ആ സമൂഹം മുഴുവൻ ആഴ്ച ഒരിക്കൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചില്ല പിന്നെ ആരാ പ്രാർത്ഥിക്കുക? മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഒരു പുരുഷനെ അന്വേഷിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മതിലില്ലാത്ത സമൂഹത്തിൽ മതിലാകാൻ വേണ്ടി നമ്മളെയാണ് ദൈവം വിളിച്ചിരിക്കുക. ആ തിന്മ ഇപ്പുറത്തോട്ട് വരരുത്. വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് കേട്ടിട്ടുണ്ട്, നാസിപ്പട വന്നപ്പോൾ ആരോ പറഞ്ഞു അവർ കൊന്നത് കത്തോലിക്കനെയാണ്, എന്നെയല്ല. അല്ല കമ്മ്യൂണിസ്റ്റുകാരനെയാണ്, ആരെയല്ല, എന്നെയല്ല. ഇച്ചിരി കഴിഞ്ഞപ്പം അടുത്ത ആളെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പ്രാവശ്യം അവർ പിടിച്ച ആരെയാണ്? കത്തോലിക്കനെയാണ്, എന്നെയല്ല. പിന്നെ പിടിച്ചപ്പോൾ പറഞ്ഞു പ്രൊട്ടസ്റ്റൻ്റുകാരനെ, എന്നെയല്ല. അവസാനം അവരെൻ്റെ നേരെ വന്നു. പക്ഷെ അന്ന് ശബ്ദിക്കാൻ ആരുമില്ലാതായിരുന്നു. ഈ തിന്മകൾ ഇന്ന് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ നാളെ ഇപ്പുറത്തോട്ട് വരാൻ വലിയ നേരമൊന്നും വേണ്ട. ഇവിടെയാണ് ദൈവമക്കളായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കരമുയർത്തി പ്രാർത്ഥിച്ചേ. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. അർജന്റ് നീഡാണ്. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പോകുന്ന സ്ട്രീറ്റുകളിൽ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ദൈവദാസനെ ആഹ്വാനം ചെയ്തതുപോലെ സ്കൂളുകളിലെല്ലാം പോയി പ്രാർത്ഥിക്കണം. സ്കൂളുകൾക്ക് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കിയ സെക്കുലറായ ലഹരിക്കെതിരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ലഘുലേഖയുണ്ട്. അത് ഏത് സ്കൂളിലും ഏത് മതത്തിലുള്ളവർക്കും കൊടുക്കാം. കാരണം ഇറ്റ്സ് എ വെരി സെക്കുലർ ട്രാക്റ്റ്. വേണ്ടവർക്ക് എന്നെ ബന്ധപ്പെട്ടാൽ മതി. പക്ഷേ കണ്ടീഷൻ ഇതാണ്, സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ത്രൂ ദയർ പേരൻസ് ഓർ സ്കൂൾ അതൊന്നുപോലും മിസ്സാകാതെ കുട്ടികളുടെ കയ്യിലെത്താനുള്ള സംവിധാനം ആർക്കും കൊടുക്കാം. കാരണം അതിനകത്ത് വളരെ സെക്കുലറായിട്ടുള്ള ഒരു പാംപ്ലെറ്റാണ്. അത് വേണ്ടവർക്ക് ബന്ധപ്പെട്ടാൽ തരാവുന്നതാണ്. 10 ലക്ഷം ട്രാക്റ്റുകൾ അടിക്കുകയാണ്. 1 ലക്ഷം അടിച്ചു, ഒത്തിരി പേര് കൊണ്ടുപോയി സ്കൂളുകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദർശനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പം നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ തിന്മകൾ നമ്മളെ തൊടാതെ കാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ മതിലുകൾ നമുക്ക് വേണ്ട എന്നാൽ നമ്മൾ അകത്ത് മതിൽ വേണ്ട എങ്കിലും മതിൽ കെട്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു തിന്മയുണ്ട്. നോഹ കൃഷി ചെയ്തു. ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലഹരിയുടെ ദുരന്തം കണ്ടോ? നോഹ കൃഷി ചെയ്തു, മുന്തിരിത്തോപ്പ് നട്ടുണ്ടാക്കി. എന്തടിച്ചു? സിമ്പിളി എന്തടിച്ചു? വെള്ളം അടിച്ചപ്പോൾ പിള്ളേർ വേണ്ടാത്ത രീതിയിൽ എന്ത് ചെയ്തു? കണ്ടു. വേറൊരുത്തൻ വെള്ളം അടിച്ചു. ആരാ? വരഞ്ഞു പോയ നീതിമാനായ ലോത്ത്. അയ്യോ, ഇതുപോലൊരു ഒരു ഒരു തകർച്ച ആർക്കെങ്കിലും ഉണ്ടാകാനുണ്ടോ? ആ അപ്പനെ ഇവരെന്ത് ചെയ്തു? എന്താ ചെയ്തേ? പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം എത്രാം അധ്യായമാണ്? ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. ഇതെന്നെ വളരെ പേടിപ്പിച്ച ഒരു കാര്യമാണ്. ലോത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. ദൂതന്മാരെ കയ്യെ പിടിച്ച് ഈ മനുഷ്യനെ പുറത്ത് കൊണ്ടുവന്നു. കയ്യെ പിടിച്ച്. ആരെയാ? ലോത്തിനെ. അതായത് സ്വതോം ഗൊമോറയെ ഉന്മൂലനാശം ചെയ്യുക. പാപമാണ് കാര്യം. എന്ത് പാപമാണ്? ലൈംഗിക പാപമാണ്. 7 നോഹയിൽ പ്രളയം വരാനും കാരണം എന്താ? ലൈംഗിക പാപം. ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. 19-20 കണ്ടോ? 19-ാം അധ്യായം അതിൻ്റെ 31. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട്, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു, ഭൂമിയിൽ എല്ലാവരും നമ്മുടെ എടുക്കുവാൻ ഒരു പുരുഷനില്ല, വരിക, അപ്പനാൽ സന്തതി ലഭിക്കണം, വീഞ്ഞു കുടിപ്പിക്കണം. 33. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്തി എന്ന അപ്പനോട് കൂടെ ശയിച്ചു. അതല്ല അപകടം, അടുത്തതാ. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ
അറിഞ്ഞില്ല. വീണ്ടും കാണുന്നു. അടുത്തത് രണ്ടാമത്തെ രാത്രി വീഞ്ഞു കുടിപ്പിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. എന്തൊരു ഗതികേടാ, അറിയാതെ പോയെന്ന്. ഈ തിന്മ അറിയാതെ പോയി. എന്താ കാര്യം? വെള്ളം കുടിച്ചു. മക്കളെ കൊണ്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ അറിയാമായിരുന്നല്ലോ ഇതെന്താണെന്ന്, വീഞ്ഞാണ്. അന്നേരം അത് തുപ്പിക്കളയായിരുന്നു. അല്ലെ മക്കളെ എനിക്ക് വേണ്ടാന്ന് പറയാമായിരുന്നു. വാങ്ങി കുടിച്ചപ്പോൾ അയാൾ അറിഞ്ഞില്ല എന്താ സംഭവിച്ചു. തിന്മ 2 ജന്മം കൊടുത്തു. ആരൊക്കെയാ? മോവാബിയരും അമ്മോന്യരും. അപ്പൻ എന്തോ അടിച്ചതാ? വെള്ളം അടിച്ച. വെള്ളം അടിച്ച വീട്ടിൽ നടന്നത് അറിഞ്ഞില്ല. ഒരപ്പന് ഒരു വീടിനുണ്ടാകുന്ന ഇതിനപ്പുറം എന്തൊരു തിന്മയാ. മക്കൾ എന്നുള്ളത് പോട്ടെ, പല കാര്യങ്ങളും അറിയാതെ പോകും. എന്തടിച്ച? വെള്ളം അടിച്ച. അപ്പൻ എന്ന രീതി തൊട്ടുപോയെങ്കിൽ ഇതൊന്നും അങ്ങനെ അറിഞ്ഞില്ല. അയ്യോ ഗതികെട്ടോൻ. ഇതിപ്പര ഒരു മനുഷ്യന് എന്താ തിന്മയുണ്ടാകേണ്ട? ഇതിപ്പര ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഒരു ദുരന്തം എന്താ? ഒറ്റക്കാരിയായി വീട്ടിലെന്ത് കയറ്റി? വീഞ്ഞു കയറ്റി. എൻ്റെ പൊന്നവനെ മക്കളോട് പറയുക, ഉലകത്തിലെവിടെ പോയാലും കുടിക്കരുത്, വലിക്കരുത്. അതിനൊറ്റ വഴിയുണ്ട്. ഫസ്റ്റിലെ വഴി, ഇവർ ഈ അഞ്ഞാകുഞ്ഞാ പറയില്ലേ, സോറി എന്നൊന്നും പറയല്ലേ. ആദ്യമേ യു ഹാവ് ടു റിവീൽ യുവർ ഐഡൻറ്റിറ്റി. ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഐ എം എ ബിലീവർ. ഇതെനിക്ക് പറ്റിയല്ല. ഏറ്റവും ബെസ്റ്റ് വഴി ആദ്യമേ അതങ്ങ് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും. ഞാനൊരിടത്തിരിക്കുക, കോപ്പറേറ്റീവ് കമ്പനി ജോലി ചെയ്യുന്നൊരു പയ്യൻ തർക്കിക്കുക. ഞങ്ങൾ കോപ്പറേറ്റീവ് കമ്പനി അവരെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പാർട്ടിയുണ്ട്, ഞങ്ങളെ ഇങ്ങനെ വലിയ റിസോർട്ടിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കും. അതവിടെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ എല്ലാവരും വരും, വലിയ അവരുടെ ഉന്നത അധികാരികളെല്ലാം കാണും. അപ്പം ഇത് വെക്കുമ്പം വി ഹാവ് ടു ടേക്ക് ഇറ്റ്. ഞാനപ്പോൾ ആദ്യം പോയിട്ട് ഒരു ഇച്ചിരി എടുക്കും. ഞങ്ങൾ പാസ്റ്റർ പറയുന്ന പോലെ ഒന്നും കുടിക്കത്തില്ല. ഇച്ചിരി ഒഴിച്ചിട്ട് ഒത്തിരി ഐസൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നൊന്നുമില്ല. പിന്നെ ആ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചോണ്ട് സിപ്പ് ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരാൾ പറഞ്ഞു, കുഞ്ഞെ നീ പറയുന്നത് തെറ്റാണ്. ഞാൻ ഇന്ന കോപ്പറേറ്റീവ് കമ്പനിയിൽ ഇന്ന പോസ്റ്റ് ജോലി ചെയ്യുന്ന ആളാണ്. കമ്പനി ഇത് കൊണ്ടുവച്ചപ്പോഴേ ഫസ്റ്റ് ദിവസത്തെ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല, ഞാൻ ബിലീവറാണ്. ഒരു പെപ്സി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇച്ചിരി സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അവരുടെ കൂടെ നിന്നു. ഇന്ന് ആദ്യമേ അവർ പറയും ഡോണ്ട് കമ്പയർ ഹിം, ഈസ് എ ബിലീവർ. ഒറ്റക്കാര്യം, അവൻ്റെ എന്ത് വെളിപ്പെടുത്തി? ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. അപ്പം വീഞ്ഞ് കുടിക്കുന്നതിൻ്റെ അപകടം ഇവിടെ കാണുകയാണ്. ലോകത്ത് വേദപുസ്തകത്തിൽ പച്ചക്കെഴുതി വെച്ചേക്കുക. അവൻ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അവൻ അറിഞ്ഞില്ല. ഈ ഗതികേട് ഈ മനുഷ്യനുണ്ടാകാൻ കാര്യം മദ്യപിച്ചതാണ്. ലഹരി നമ്മുടെ വീട്ടിൽ കയറ്റരുത്. മദ്യം നമ്മുടെ വീട്ടിൽ കയറ്റരുത് ഒരു കാരണവശാലും. നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അത് തന്നെയായിരിക്കണം. അതൊരു ചെറിയ കാര്യമല്ല. അത് അഭിമാനത്തോട് പറയണം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അത് നിഷിദ്ധമാണെന്ന്. കരമുയർത്തി പ്രാർത്ഥിച്ച്. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ മദ്യപാനം മാറി എന്നുള്ള ആക്ഷേപമുണ്ട്. ക്രിസ്ത്യാനിയാണോ ഇച്ചിരി എന്ത് ചെയ്യണം? കുടിക്കണം. ഞാൻ കനന ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ഒരാളാണ്, ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കനനക്കാരെ പറ്റി തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഒരു തിരുമേനി തന്നെ പറഞ്ഞ, കനനക്കാരുടെ കല്യാണത്തിനാണ് കർത്താവ് എന്തോ ആക്കിയത്. കാനായിലെ കനനക്കാരുടെ കല്യാണത്തിനാണ് കർത്താവ് എന്തോ ആക്കിയേ? വീഞ്ഞാക്കി. അപ്പം കനനക്കാരുടെ കല്യാണത്തിന് എന്തോ വേണം? വീഞ്ഞ് വേണം. ഏറ്റവും കൂടുതൽ ഈ കൾച്ചർ ഇന്ന് വന്ന് എനിക്ക് പലയിടത്തും അനുഭവം ഉണ്ടായി. തലേദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ ഈ സാധനമുണ്ട്. അവൻ പറഞ്ഞു നമ്മുടെ അല്ല, കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂട്ടുകാർക്ക് വിളമ്പിയ ആ പല വീടുകളിലും പിന്നത്തേതിൽ വലിയ ദുരന്തങ്ങളുണ്ടായി. നമ്മുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും തുടരുത്. കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, ശരിക്കും പ്രാർത്ഥിച്ച്, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഇത് തുടരുത്. എൻ്റെ പൊന്നവനെ മക്കളോട് പറയുക, ആദ്യം ഐഡൻറ്റിറ്റി പറയണം. കുഞ്ഞെ സോറി, ഐ എം എ ബിലീവർ. You have to reveal your identity. You have to be dare enough to reveal your identity that I am a born again Christian, I am a believer, I am a child of God. ഇത് ഞങ്ങൾക്ക് ഹറാമാ, ഇത് ഞങ്ങൾക്ക് പറ്റിയല്ല, ഇത് ഞങ്ങൾക്ക് തൊടാനൊക്കത്തില്ല.